എത്തുന്ന പതിനായിരക്കണക്കിന് വിശ്വാസികൾക്ക് നേർച്ച സദ്യയും എല്ലാം അനുരഹിതമാക്കണമേ എന്നും നമ്മുടെ ഇടവയിലെ എല്ലാ കുടുംബങ്ങളെയും ഇവരോട് ചേർത്ത് സമർപ്പിച്ചുകൊണ്ട് പറവൂർ കോട്ടയ്ക്കാവ് ഫൊറോന ദേവാലയത്തിൽ ആഘോഷിച്ചു വന്ന മാർത്തോമാ ശ്ലീഹായുടെ 1953 ദുഃഖ്രാന തിരുനാൾ നേർച്ച സദ്യയോടെ സമാപിച്ചു. രാവിലെ മാർത്തോമാ ശ്ലീഹ ക്രിസ്തുവിശ്വാസം പകർന്നു നൽകിയ തീർത്ഥകുളത്തിനരികിൽ വികാരി റവറന്റ് ഡോക്ടർ ജോസ് പുതിയടത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മാമോദീസായും മാമോദീസ നവീകരണവും നടത്തി. പിതാവ് മാമോദീസ നൽകിയ കുളത്തിനടുത്ത് വെച്ച് മാമോദീസ നടത്തുന്ന കർമ്മം ഇന്നത് നടത്തുന്നത് പ്രത്യേകിച്ച് ഈ മൂല കുടുംബത്തിൽ നിന്ന് ഈ ഒരു കുഞ്ഞിനെ നമ്മൾ മാമോദീസ നൽകുകയാണ്. കർത്താവിൻ്റെ ആ കൃപ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി എല്ലാവർക്കും ലഭിച്ചതുപോലെ ഈ കുഞ്ഞിൻ്റെ മേൽ വർഷിക്കപ്പെടുന്നതിനും ഇന്ന് മാമോദീസ നവീകരണം നടത്തപ്പെടുന്ന എല്ലാവരുടെ മേലും കൃപ വർഷിക്കുന്നതിനും പ്രാർത്ഥിക്കാം. തുടർന്ന് ആഘോഷമായ തിരുനാൾ ദീപബലിക്ക് പാണാവള്ളി സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ ബിബിൻ കുരിശിതറ മുഖ്യ കാർമ്മികനായി. ഒന്നും നമുക്ക് പാടില്ല. മോറിയമല കയറിയ അക്രാന്ത് നമുക്കറിയാം. മോറിയമല കയറുന്ന നവരാത്രികളിൽ വേദനകളുണ്ടായാലും സങ്കടങ്ങളുണ്ടായാലും സഹായമുണ്ടായാലും, പക്ഷെ ബലിയർപ്പണം മോറിയമലയുടെ മുകളിൽ അർപ്പിച്ചതിന് ശേഷം മോറിയമല ഇറങ്ങുന്ന അക്രാന്തങ്ങൾ കാണുന്നുണ്ട്. ആ പ്രാർത്ഥന മനസ്സിൽ ആ പള്ളിയിലേക്ക് അല്ലെങ്കിൽ ബലിയർപ്പിക്കാൻ വന്ന ആകുലതകളോ പരിഭവങ്ങളോ പരാതികളോ നിസ്സഹായമൊന്നുമില്ല. മറിച്ച് ദൈവസ്നേഹം. നമ്മളും ഈ ദേവാലയത്തിന്റെ അകത്തേക്ക് ബലിയർപ്പിക്കാൻ വന്നതാണ്. നമ്മളും പോലെ മോറിയമലയുടെ അപരാധം പോലെയാണ്. ഉള്ളിലുള്ളതൊക്കെ നമുക്കിവിടെ കാഴ്ചവെക്കാൻ സാധിക്കും. തിരിച്ച് നമ്മൾ പോകുമ്പോൾ മോറിയമല അപരാധത്തെ പോലെ ഇറങ്ങിയ അപരാധം പോലെ ദൈവസ്നേഹത്തിന് ആവശ്യം കരങ്ങൾ നെഞ്ചോട് ചേർത്ത്. ഫാദർ സെബിൻ മരക്കാശ്ശേരി, ഫാദർ അഖിൽ വൈപ്പുകാട്ടിൽ, സഹവികാരി ഫാദർ സുജിത് കുവേലി എന്നിവർ സഹകാർമ്മികരായിരുന്നു. കലൂർ റിന്യൂവൽ സെന്റർ ഡയറക്ടർ റവറന്റ് ഡോക്ടർ ജോഷി പുതുശ്ശേരി വചനപ്രഘോഷണം നടത്തി. ക്രിസ്തു ആവശ്യപ്പെടുന്നത് പോലെ, ക്രിസ്തു താല്പര്യപ്പെടുന്നത് പോലെ ജീവിക്കാൻ നമുക്ക് എന്തുമാത്രം കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതവും നമ്മുടെ കാഴ്ചപ്പാടുകളും ഒക്കെ ഈ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോവുകയാണ്. ദൈവം എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഈ ഭൂമിയിലെ സൗഭാഗ്യങ്ങളെ കൂട്ടിച്ചേർക്കാനുള്ള ഒരു കണ്ണി മാത്രമായിട്ട്, ഒരിടം മാത്രമായിട്ട് മാറിപ്പോകുന്നുണ്ടോ എന്ന് എൻ്റെ വിശ്വാസം തലഞ്ഞു ചെയ്യപ്പെടുന്ന എൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ ചില സമൃദ്ധികളെ ക്രിസ്തുവിനെ വേണ്ടി ഉപേക്ഷിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ എൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ത്യാഗപൂർവം ഈ വിശ്വാസം ജീവിക്കാൻ മാത്രം വിശ്വാസത്തിൻ്റെ ആഴം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വിശ്വാസത്തിനുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാൻ വിശുദ്ധ തോമാസ് ശ്ലീഹ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. മനോഹരമായി മാമോദീസയുടെ വ്രതങ്ങൾ നവീകരിച്ചിട്ടാണ് ഇന്നത്തെ ഈ ആഘോഷമായ തിരുക്കർമ്മങ്ങൾ നമ്മൾ ആരംഭം കുറിച്ചത്. ഓരോ മാമോദീസായും മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ പ്രതീകമാണ് എന്ന് നമുക്കറിയാം. ഇന്ന് നമ്മൾ നമ്മുടെ മാമോദീസയുടെ വ്രതങ്ങൾ നവീകരിക്കപ്പെട്ടപ്പോൾ തോമാസ് ശ്ലീഹാമിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാമമാത്രമായ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പഴയ മനുഷ്യനെ ഈ മാമോദീസയിൽ നിബന്ധനം ചെയ്ത് ക്രിസ്തുവിനുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും ആഴപ്പെട്ട് ക്രിസ്തുവിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുത്ത് പോലും ജീവിക്കാനുള്ള ഉറപ്പോടെ താല്പര്യത്തോടെ ഒരു പുതിയ ക്രിസ്ത്യാനിയായി ഞാനും നിങ്ങളും മാറണമെന്നാണ്. തിരുനാൾ കമ്മിറ്റിയും തോമാസ് നാമധാരികളും കാഴ്ച സമർപ്പണം നടത്തി. പള്ളി ചുറ്റി പ്രദക്ഷിണവും നടന്നു. തുടർന്ന് നേർച്ച സദ്യയുടെ ആശീർവാദം നടത്തുകയുണ്ടായി. ആയിരക്കണക്കിന് വിശ്വാസികൾ നേർച്ച സദ്യയിൽ പങ്കാളികളായി. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.